ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അത് 1/2 ടീസ്പൂണ് ഉലുവ, 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 15 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ സവാള, പിന്നെ 2 പച്ചമുളകായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. ആ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ പൊടികളുടെ. അങ്ങനെ നല്ല പോലെ തന്നെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല പോലെ തന്നെ വേവുള്ളതായതുകൊണ്ട് കുറച്ചധികം തന്നെ വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണും കൂടെ ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി കഴിക്കാൻ. പൊറോട്ടൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നൈസ് പത്തിരീൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബായ്.